നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കിയും ഉള്ളതിനെ പെരുപ്പിച്ചും ഇടതുപക്ഷത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം വലതുപക്ഷത്തിനു വേണ്ടി കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും 10 മടങ്ങ് പണിയെടുക്കും ഈ കുട്ടിക്കൊടുപ്പ് തെമ്മാടിക്കൂട്ടങ്ങൾ. അതിലൊന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കള്ളക്കഥകൾ. ഇപ്പോഴും എപ്പോഴും മാധ്യമങ്ങളും UDF-ഉം വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിലും ആവർത്തിച്ചു പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ അക്രമ രാഷ്ട്രീയത്തിന്റെയും കൊലപാതക രാഷ്ട്രീയത്തിന്റെയും വക്താക്കളാണ് എന്നാണ്. ഒരു ഗീബൽസിയൻ സിദ്ധാന്തം പോലെ ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതൊരു പച്ച നുണയാണെന്ന് എത്ര പേർക്കറിയാം? കൊലപാതകങ്ങളും അക്രമങ്ങളും ആര് നടത്തിയാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ വേണ്ടി പറയുന്ന കണക്കല്ല ഇത്. അതേസമയം അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായി നിരന്തരം കള്ളപ്രചരണങ്ങൾ നടത്തിയാൽ നമുക്കതിന്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കേരള സംസ്ഥാനം രൂപപ്പെട്ട് നാളിതുവരെ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്? അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കണം. മാധ്യമങ്ങൾ പറയുന്ന കണക്കല്ല. പുതിയ കാലഘട്ടത്തിൽ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ നമുക്ക് അതിനെ തന്നെ ആശ്രയിക്കാം സത്യം മനസ്സിലാക്കാൻ. നമുക്കത് ജെമിനിയോട് ചോദിക്കാം ഈ കാര്യം. ആരാണ് ജെമിനി എന്നല്ലേ? ഞാനത് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. മുമ്പൊരിക്കലും ഞാൻ ഈ ജെമിനിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ എങ്ങനെയാണ് ജെമിനി ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ജെമിനി ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയാം. ജെമിനിയുടെ ഒരു പ്രത്യേകത ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ആണ് എന്നത് മാത്രമല്ല, ഗൂഗിളിന്റെ ടെക്സ്റ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. വീഡിയോനെയും ഓഡിയോനൊക്കെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആശ്രയിക്കുന്നത് ഗൂഗിളിന്റെ ടെക്സ്റ്റിനെയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ജെമിനിയോടൊന്ന് ചോദിക്കാം. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്? കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ PM പ്രവർത്തകരാണ്. വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2000 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ഏകദേശം 85 CPM പ്രവർത്തകർ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ, അതായത് കൊല്ലപ്പെട്ടയാളുടെ പേര്, രാഷ്ട്രീയം, പ്രതിയുടെ പേര്, പ്രതിയുടെ രാഷ്ട്രീയം, സംഭവം നടന്ന തീയതി അടക്കം വിക്കിപീഡിയയിൽ ലഭ്യമാണ്. നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ തിരഞ്ഞാൽ ഈ പേജ് ലഭിക്കും. അപ്പോൾ ചിലർ പറയും കേരളത്തിൽ ഒരു പക്ഷെ അത് ശരിയായിരിക്കാം, എന്നാൽ കണ്ണൂരിലെ സ്ഥിതി അതാണോ? അവിടെ കമ്മ്യൂണിസ്റ്റുകാരെ എത്രയോ പേരെയാണ് കൊന്നൊടുക്കിയത്. അതും മറ്റൊരു നുണയാണ്. കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്? നമുക്ക് ജെമിനിയോട് ചോദിക്കാം. നാളിതുവരെ കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്? കണ്ണൂർ ജില്ലയിൽ നാളിതുവരെ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് CPIM പ്രവർത്തകരാണ്.